എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് +1 ഓർഗാനിക് കെമിസ്ട്രിയിലെ നോമൻക്ലേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. +1 പരീക്ഷയ്ക്ക് സാധാരണ ചോദിച്ചു കണ്ടിട്ടുള്ള വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ തൽക്കാലം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നോമൻക്ലേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രം. അപ്പോൾ അതിലും എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടില്ല. സാമ്പിളായിട്ട് ഒരു 6 ക്വസ്റ്റ്യൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് മാറ്റി എഴുതാം. CH3 CH2 CH CH2 CH3 CH CH3 CH2 CH3. ഓക്കെ. അപ്പോൾ നോമൻക്ലേച്ചർ നടത്തുന്ന സമയത്ത് എപ്പോഴും ബേസിക്സ് ഓർത്തോണം. അപ്പോൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും ആ ബേസിക്സ് വെച്ചേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് റീറൈറ്റ് ചെയ്യാം. CH3 CH2 CH CH2 CH3 CH. അപ്പോൾ അതിലേക്ക് ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്, ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ആ കാർബണിൽ ഉണ്ടെന്നാണ് അർത്ഥം. അത് മുകളിലോട്ട് താഴോട്ട് എവിടെയെങ്കിലും മാറ്റി എഴുതുക. CH3 CH2 CH3. അപ്പൊ ഇങ്ങനെ എഴുതിയാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ കാർബണിന്റെ CH3 ഗ്രൂപ്പ് ഉണ്ടെന്നാണ്. അപ്പൊ ഇനി സാധാരണ ചെയ്യുന്നത് പോലെ ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യാം. 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 4 5. അപ്പൊ നമുക്ക് മനസ്സിലായി 6 കാർബണുള്ള ലോങ്സ്റ്റ് ചെയിൻ ആണ്. അപ്പൊ നമ്മൾ അത് പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യുക. 6 കാർബണുള്ള ലോങ്സ്റ്റ് ചെയിൻ മാർക്ക് ചെയ്തു. ഓക്കെ. ഇനി അതിന്റെ പേര് മാത്രം എഴുതണം. 1 2 3 4 5 6 കാർബൺ. അപ്പൊ 6ന്റെ വാക്ക് നമുക്കറിയാം. 6 നമ്മൾ ഹെക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി അവിടെ സിംഗിൾ ബോണ്ടുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഹെക്സൈൻ ആണ്. ഓക്കെ. അപ്പൊ അവിടുത്തെ ബേസിക് ചെയിൻ എന്നുള്ളത് ഹെക്സൈൻ ആണ് നമുക്ക് മനസ്സിലായി. ഇനി ഈ പറഞ്ഞിരിക്കുന്ന ആ ചെയിന് പുറത്തുള്ള ഗ്രൂപ്പുകൾ പരിശോധിക്കുന്ന സമയത്ത് ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്. ഈ CH3 ഗ്രൂപ്പിന്റെ പേര് നമുക്കറിയാം, അത് മീഥൈൽ ഗ്രൂപ്പാണ്. അതേസമയം ഇവിടെ ഒരു CH2 CH3 എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് C2H5 ആണ്. അപ്പൊ C2H5 ഗ്രൂപ്പാണ്. C2H5 ഗ്രൂപ്പിനെ വിളിക്കേണ്ട പേര് ഈഥൈൽ എന്ന് നമുക്ക് പറയാൻ അറിയാം. സോ പുറത്തുള്ള ഗ്രൂപ്പുകൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഇനി അടുത്ത ജോലി എന്ന് വെച്ചാൽ ഈ സൈഡ് ചെയിൻ, അത് ആരോ ആയിക്കോട്ടെ, സൈഡ് ചെയിൻ ലോവസ്റ്റ് നമ്പർ കിട്ടത്തക്ക രീതിയിൽ വേണം മെയിൻ ചെയിൻ നമ്പർ ചെയ്യേണ്ടത്. സോ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്പർ ഇട്ട് വരുന്ന സമയത്ത് ഇത് 1ാമത്തെ കാർബൺ, ഇത് 2ാമത്തെ കാർബൺ, ഇത് 3ാമത്തെ കാർബൺ. അപ്പൊ സൈഡ് ചെയിൻ മീഥൈലോ ഈഥൈലോ ഏതോ ആയിക്കോട്ടെ, ആ സൈഡ് ചെയിനിൽ ലോവസ്റ്റ് നമ്പർ കിട്ടത്തക്ക രീതിയിൽ നമ്പർ ചെയ്ത് വരണം. സോ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് 1 2 3. അപ്പൊ സൈഡ് ചെയിൻ ഇരിക്കുന്ന കാർബൺ ആയിട്ട് 3ാമത്തെ കാർബൺ എന്ന് മനസ്സിലായി. 4 5 6. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്പർ ഇട്ട് വരുന്ന സമയത്ത് 1 2 3. അപ്പൊ അവിടെയും ഈഥൈലിനും മീഥൈലിനും പ്രയോറിറ്റി ഞാൻ പറഞ്ഞില്ല. സൈഡ് ചെയിൻ ഇരിക്കുന്ന കാർബണിന് ലോവസ്റ്റ് നമ്പർ വരണമെന്നേ പറഞ്ഞുള്ളൂ. സോ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് 1 2 3. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്തും സൈഡ് ചെയിൻ ഇരിക്കുന്ന കാർബണിന് 3. അപ്പൊ വീണ്ടും ഒരു ടൈ അവിടെ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് 2ാമത്തെ നിയമം അനുസരിച്ച് സൈഡ് ചെയിൻ ഇരിക്കുന്ന കാർബണിന് ലോവസ്റ്റ് നമ്പർ വരണം എന്ന് പറഞ്ഞതനുസരിച്ച് നോക്കുന്ന സമയത്ത് 2 സൈഡിൽ നിന്ന് നമ്പർ ഇട്ടാലും അവിടെ സൈഡ് ചെയിൻ ഇരിക്കുന്ന കാർബണിന് ലോവസ്റ്റ് നമ്പർ തന്നെ, ഒരേ നമ്പർ തന്നെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെ ഒരേ ഗ്രൂപ്പിൽപ്പെട്ട 2 പേരായതുകൊണ്ട് തന്നെ അവിടെ നമ്പർ ഇടാനും അല്ലെങ്കിൽ ആ മെയിൻ ചെയിൻ കാർബൺ നമ്പർ ഇടാനും ആൽഫബറ്റ് ഓർഡർ അവിടെ പരിഗണിക്കേണ്ടതുണ്ട്. സോ നമുക്ക് ഇയും എമ്മും കമ്പയർ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവിടെ ആൽഫബറ്റ് ഓർഡറിൽ ആദ്യം വരുന്ന അക്ഷരം ഇ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്പറിംഗ് എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങോട്ടാണെന്ന് മനസ്സിലാക്കുക. 1 2 3 4 5 6. ഓക്കെ, ശരി. അപ്പൊ പേര് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി പുറത്ത് നോക്കാം. അപ്പൊ എടുത്തെഴുതുന്നത് 3ാമത്തെ കാർബണില് ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, 4ാമത്തെ കാർബണില് മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അവിടെ പേര് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. 3ാമത്തെ കാർബണില് ഈഥൈൽ ഗ്രൂപ്പുകളും ഇനി 4ാമത്തെ കാർബണില് മീഥൈൽ ഗ്രൂപ്പുകളും വരുന്ന ഹെക്സൈൻ ആണ്. സോ 1ാമത്തെ കോമ്പൗണ്ടിന്റെ പേര് മനസ്സിലാക്കിയിട്ടുണ്ട്. 3 ഈഥൈൽ 4 മീഥൈൽ ഹെക്സൈൻ എന്നാണ് പറയേണ്ടതെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അവിടെ 1 2 നിയമങ്ങൾ കൂടെ അതിന്റെ കൂടെ നമ്മൾ പറഞ്ഞു. ശരി. അപ്പൊ അതിനെപ്പറ്റി നമുക്കറിയാം. ഇനി ഇവിടെയുള്ള ഹൈഫൺ ഒക്കെ ശരിക്കും പറഞ്ഞാൽ നിയമത്തിനകത്തുള്ളത് തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മൾ പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർക്ക് അതിനെപ്പറ്റിയൊന്നും വലുതായിട്ട് ബോധറിയേണ്ട കാര്യമില്ല. ഹൈഫൺ കോമനും അങ്ങനെ ബോധറിയേണ്ട കാര്യമില്ല. പക്ഷെ ശരിക്കും അതൊക്കെ നിയമത്തിലുള്ളതാണ്. പക്ഷെ നമുക്കൊരു സാധാരണ അതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്താൽ ചിലപ്പോൾ
ബാക്കിയുള്ള കാര്യങ്ങൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലം പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് ഈ കോമയും ഹൈഫണൊന്നും അത്ര പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ല എന്ന് കൂടെ ഓർമ്മിക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ 3 ഈഥൈൽ 4 മീഥൈൽ ഹെക്സേൻ ആണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. അതിനെ ഇങ്ങോട്ട് മാറ്റി എഴുതാം. ഓക്കെ, അപ്പൊ ഈ കോമ്പൗണ്ട് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് അവിടെ രണ്ട് ഫംഗ്ഷണൽ ഗ്രൂപ്പ് അവിടെ കാണുന്നുണ്ട്. ഒന്നാമത്തെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഇവിടെ കാണുന്നത് പോലെ സി ഡബിൾ ബോണ്ടോ OH എന്നറിയപ്പെടുന്ന കാർബോക്സിലിക് ആസിഡിന്റെ ഫംഗ്ഷണൽ ഗ്രൂപ്പാണ്. പിന്നെ ഇവിടെ കാണുന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പ് സി ഡബിൾ ബോണ്ട് എന്നറിയപ്പെടുന്ന കീറ്റോണിന്റെ ഫംഗ്ഷണൽ ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം രണ്ട് ഫംഗ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ട്. ആ പ്രയോറിറ്റി ലിസ്റ്റ് അനുസരിച്ച് സ്വാഭാവികമായിട്ടും അവിടുത്തെ പ്രയോറിറ്റി ഒന്നാം സ്ഥാനം COH ഗ്രൂപ്പിനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വേറെ സംശയമൊന്നുമില്ല. നമ്പർ ഇടുന്നത് നമുക്ക് ഇവിടെ 1 1 2 3 4 5 6 7. ഓക്കെ, അപ്പൊ 7 കാർബൺ ഉള്ള ഒരു കാർബോക്സിലിക് ആസിഡ് ആണ് കോമ്പൗണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. കീറ്റോണിക് ഗ്രൂപ്പും കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് വന്നാൽ നമുക്കറിയാം, നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്, രണ്ട് ഫംഗ്ഷണൽ ഗ്രൂപ്പ് വരുന്ന സമയത്ത് അവിടെ പ്രയോറിറ്റി അനുസരിച്ച് ആ കോമ്പൗണ്ടിനെ കീറ്റോൺ എന്നല്ല പറയേണ്ടത്, പകരം കാർബോക്സിലിക് ആസിഡ് എന്നാണ് പറയേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത് കാർബോക്സിലിക് ആസിഡ് ആണ്. ഇനി 1 2 3 4 5 6 7 കാർബണുള്ള കാർബോക്സിലിക് ആസിഡ് ആണ്. 7 കാർബണുള്ള കാർബോക്സിലിക് ആസിഡ് നമ്മൾ വിളിക്കുന്ന പേര് 7 എന്നുള്ളതിന് വാക്ക് ആൽക്കനോയിക് ആസിഡ് ആണ്. 5 കാർബൺ ആണെങ്കിൽ പെന്റനോയിക് ആസിഡ് എന്ന് പറയും. 7 കാർബൺ ആയതുകൊണ്ട് അത് ഹെക്സനോയിക് ആസിഡ് ആണ്. ഹെക്സനോയിക് ആസിഡ്. ഓക്കെ, ഇനി ആ ഹെക്സനോയിക് ആസിഡിലെ അഞ്ചാമത്തെ കാർബൺ കീറ്റോണിക് ഗ്രൂപ്പാണ്. 1 2 3 4 അഞ്ചാമത്തെ കാർബൺ കീറ്റോണിക് ഗ്രൂപ്പാണ്. അഞ്ചാമത്തെ കാർബൺ കീറ്റോണിക് ഗ്രൂപ്പ് നമുക്കറിയാം. കീറ്റോണിക് ഗ്രൂപ്പ് എന്നുള്ളത് ഒരു സെക്കൻഡറി ഫംഗ്ഷൻ ഗ്രൂപ്പ് ആയിട്ട് വരുന്ന സമയത്ത് കീറ്റോണിക് ഗ്രൂപ്പിന് പകരം ഓക്സോ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്ന കാര്യം നമുക്കറിയാം. സോ അഞ്ചാമത്തെ കാർബണിനകത്ത് ഓക്സോ ഗ്രൂപ്പുള്ള ഹെക്സനോയിക് ആസിഡ് ആണ് ആ കോമ്പൗണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. സോ 5 ഓക്സോ ഹെക്സനോയിക് ആസിഡ് ആണ് രണ്ടാമത്തെ കോമ്പൗണ്ട് എന്ന് മനസ്സിലായി. ഓക്കെ, മൂന്നാമത്തെ നോക്കാം. CH3 ക്വസ്റ്റ്യൻ ആണ്. അതിന് ഞാൻ എക്സ്പാൻഡ് ചെയ്തിരുന്നു, ഒന്ന് റീറൈറ്റ് ചെയ്യുന്നു. CH അതിന്റെ കൂടെ ഒരു CH3 പിന്നെ CH2 ഇതുവരെയായി. അടുത്തൊരു CH അതിന്റെ കൂടെയും ഒരു CH3 ഉണ്ട്. പിന്നെ ഒരു CH2 പിന്നെ ഒരു CH2 പിന്നെ ഒരു CH3. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ ഒന്ന് റീറൈറ്റ് ചെയ്തു. ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യുക. 1 2 3 4 5 6 7 8. ഓക്കെ, അപ്പൊ അത് കണ്ടപ്പോഴേ മനസ്സിലായി 8 കാർബണുള്ള ലോങ്സ്റ്റ് ചെയിൻ ആണ്. 8 കാർബൺ മാർക്ക് ചെയ്തു. ഇനി 8ന്റെ പേര് നമുക്കറിയാം, 8ന് ഒക്ട് എന്ന് പറയണം, ശരിയാണ്. ഇനി ഒക്ട് അതിന്റെ കൂടെ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഒക്ടേൻ ആണ്. ആ കോമ്പൗണ്ട് ഒക്ടേൻ ആണ്. ഇനി അതിന്റെ പുറത്ത് നോക്കുന്ന സമയത്ത് ഒരു മീത്തൈൽ, വീണ്ടും ഒരു മീത്തൈൽ. അപ്പൊ 3 മീത്തൈൽ ഗ്രൂപ്പ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ട്രൈമീത്തൈൽ ഒക്ടേൻ ആണ്. ഇനി മീത്തൈൽ ഗ്രൂപ്പിൽ ഇരിക്കുന്ന കാർബൺ ആറ്റം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇവിടെയും ഉണ്ട്. സോ നമ്പർ ഇടാം. നമ്പർ ഇട്ട് വരുന്ന സമയത്ത് 1 2 3 4 5 6 7 8. അപ്പോൾ എവിടെയൊക്കെ മീത്തൈൽ ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു പോസിബിലിറ്റി രണ്ടാമത്തെ കാർബണിലുണ്ട്, പിന്നെ നാലാമത്തെ കാർബണിലുണ്ട്, പിന്നെ 7ാമത്തെ കാർബണിലും ഉണ്ട്. സോ 2 4 7. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്പർ ഇട്ട് ഒന്ന് നോക്കിയാൽ 1 2 3 4 5 6 7 8. സോ അങ്ങോട്ട് നമ്പർ ഇട്ട് നോക്കിയാൽ ഇവിടെ രണ്ടാമത്തെ കാർബണിലുണ്ട്, പിന്നെ 5ാമത്തെ കാർബണിലാണുള്ളത്, പിന്നെ 7ാമത്തതിലുണ്ട്. ശരി, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം അവിടെ ലോവസ്റ്റ് നോക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം നമ്പർ ചെയ്താൽ ശരിയെന്ന് വെച്ചാൽ 2 4 7 തന്നെയാണ് ശരി. 2 5 7 അല്ല, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സോ 2 4 7 ട്രൈമീഥൈൽ ഒക്ടേൻ ആണ് കോമ്പൗണ്ട് പേര് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നാലാമത്തെ ക്വസ്റ്റ്യൻ റീറൈറ്റ് ചെയ്യുന്നു. CH3 CH അതിന്റെ കൂടെ ഒരു Cl CH2 CH3 പിന്നെ CH3. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട്. പിന്നെ എല്ലാ ക്വസ്റ്റിനകത്തും എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ അതിനകത്ത് ഒളിച്ചു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഒളിച്ചു വെച്ച ക്വസ്റ്റ്യൻസ് ആണ് പലതും ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെ പിന്നെ ഒരു ഹാലജൻ ഉള്ള കോമ്പൗണ്ട് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹാലജൻ ഉള്ള കോമ്പൗണ്ട് പ്രത്യേകത ഹലോ ആൽക്കേൻ എന്ന രീതിയിലാണ്. സോ ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യാം. 1 2 3 4 5. അപ്പൊ 5 കാർബണിന്റെ ലോങ്സ്റ്റ് ചെയിൻ ആണ്.
5 കാർബൺ ഉള്ള ലോങ് ചെയിൻ ആണ്. ഇനി അവിടുത്തെ ഹാലജൻ ക്ലോറിൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ക്ലോറോ എന്ന് തുടങ്ങാം. ക്ലോറോ ഹലോ ആൽക്കേൻ എന്ന രീതിയിൽ എഴുതിയാൽ അത് ക്ലോറോ 1 2 3 4 5 ക്ലോറോ പെന്റേൻ ആണ്. ആ കോമ്പൗണ്ട് പേര് ക്ലോറോ പെന്റേൻ ആണ്. ഇനി അവിടെ ക്ലോറിൻ ഇരിക്കുന്ന കാർബണിനാണോ ലോവസ്റ്റ് നമ്പർ അതോ CH3 ഇരിക്കുന്ന കാർബണിനാണ് ലോവസ്റ്റ് നമ്പർ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ക്ലോറിൻ ആണ്, മറ്റേത് ഫംഗ്ഷണൽ ഗ്രൂപ്പ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഇരിക്കുന്ന കാർബൺ ലോവസ്റ്റ് നമ്പർ കിട്ടണം എന്ന രീതിയിൽ നമുക്ക് നമ്പറിംഗ് ഇപ്പോൾ തന്നെയാണ് 1 2 3 4 5. ഓക്കെ, അപ്പോൾ അവിടുത്തെ പ്രത്യേകത അവിടെ രണ്ടാമത്തെ കാർബണിൽ ക്ലോറിനുള്ള പെന്റീൻ ആണ്, 2 ക്ലോറോ പെന്റീൻ ആണ്. നാലാമത്തെ കാർബണിൽ മീഥൈൽ ഉണ്ട്. സോ 4 മീഥൈൽ. സോ 4 മീഥൈൽ 2 ക്ലോറോ പെന്റീൻ എന്ന കോമ്പൗണ്ടിനെ നമുക്ക് പറയാം. അഞ്ചാമത്തെ കോമ്പൗണ്ട് എഴുതാം. ഇതാണ്. ഓക്കെ, അപ്പൊ അവിടുത്തെ പ്രത്യേകത അവിടെ ഹാലജനുള്ള കോമ്പൗണ്ട് ആണ്. നമുക്ക് നമ്പർ ഇടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഹാലജൻ 2 ഒരു കാർബണിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല. 1 2 3 4 5 6 7. സോ 7 കാർബണുള്ള ഒരു ആൽക്കീൻ ഉണ്ട്. അതിൽ മൂന്നാമത്തെ കാർബണിൽ ഒരു ക്ലോറോ ഉണ്ട്, അതുപോലെ തന്നെ മൂന്നാമത്തെ തന്നെ ബ്രോമോ ഉണ്ട്. അപ്പൊ ഇത് രണ്ടുപേരുടെയും ആരെ പേരാണ് ആദ്യം എഴുതുന്നത് വെച്ചാൽ നമുക്കറിയാം. അവിടെ ആൽഫബറ്റ് ഓർഡർ അനുസരിച്ച് ആദ്യം എഴുതണം. സോ അതുകൊണ്ട് തന്നെ ആദ്യം എഴുതേണ്ട പേര് 3 ബ്രോമോ, രണ്ടാമത് എഴുതേണ്ട വാക്ക് 3 ക്ലോറോ. 1 2 3 4 5 6 7 കാർബൺ ഉണ്ട്. സോറി, അത് ഹെപ്റ്റേൻ. ഓക്കെ, അപ്പൊ 3 ബ്രോമോ 3 ക്ലോറോ ഹെപ്റ്റേൻ എന്ന് എഴുതി. അപ്പൊ നമ്മുടെ പേര് കറക്റ്റ് ആയി. ഇവിടെ ആൽഫബറ്റ് ഓർഡറിന്റെ ഒരു ക്ലാഷ് ഉണ്ട്. 3 ബ്രോമോ 3 ക്ലോറോ തന്നെ അവിടെ എഴുതണം. അല്ല 3 ക്ലോറോ 3 ബ്രോമോ എന്ന് എഴുതി അവിടെ മാർക്ക് കിട്ടില്ലെന്ന് ഓർമ്മിച്ചോളാം. ഓക്കെ, അപ്പൊ 5 ക്വസ്റ്റ്യൻ ആയി. ഇനി അതിൽ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഈ കോമ്പൗണ്ട് പ്രത്യേകത ഇതൊരു സയനൈഡ് ആണ്. സയനൈഡ്സിന്റെ IUPACനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ആൽക്കെയ്ൻ നൈട്രിൽ എന്നാണ്. നൈട്രിൽ എന്നാണ്. അപ്പൊ അതനുസരിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ എത്ര കാർബൺ ലോങ്സ്റ്റ് ചെയിൻ ഉണ്ടെന്ന് നോക്കാം. 1 ഇത് 2 3 4 5. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഇവിടുത്തെ പേരനുസരിച്ച് പെന്റെയ്ൻ നൈട്രിൽ ആണ് ഈ കോമ്പൗണ്ട്. ഇനി ആ പെന്റെയ്ൻ നൈട്രിലിലെ മൂന്നാമത്തെ കാർബണിൽ ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 3 മീഥൈൽ പെന്റെയ്ൻ നൈട്രിൽ ആണ് ആ കോമ്പൗണ്ട് പേരെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ക്വസ്റ്റിനകത്തും ഇപ്പൊ ഇനിയും പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ തൽക്കാലത്തേക്ക് ഒരുപാട് എല്ലാ ക്വസ്റ്റ്യനും ചെയ്യുന്നില്ല. പിന്നെ കുറച്ച് സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. എല്ലാ ക്വസ്റ്റിനകത്തും എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഒളിച്ചു വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തിരിച്ച്, അതായത് ഒരു കോമ്പൗണ്ടിന്റെ പേര് തന്നിട്ട് അതിന്റെ സ്ട്രക്ചറൽ ഫോമിൽ എഴുതുന്ന രീതിയാണ്. 11ാമത്തെ എക്സാമ്പിൾ പെന്റ് 4E2ol. അപ്പൊ അതിന്റെ പേര് സൂചിപ്പിക്കും പോലെ തന്നെ ആദ്യം പെന്റ് എന്നൊരു വാക്ക് നമുക്കറിയാം. പെന്റ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന 5 കാർബൺ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പഠിച്ചു തുടങ്ങുന്ന ആൾക്കാരൊക്കെ സാവധാനം ചെയ്യുക. പെന്റ് 5 കാർബൺ ഇങ്ങനെ ഇട്ടു, 4 5. അപ്പൊ അതില് 4E2ol. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നമ്പർ കൊടുക്കുക. നമ്പർ ഏത് സൈഡിൽ നിന്ന് കൊടുത്താലും കുഴപ്പമില്ല. 1 2 3 4 5. അപ്പൊ അതിൽ പറയുന്നുണ്ട് പെന്റ് 4E. അപ്പൊ 4E എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് 4ാമത്തെ കാർബണിനും 5ാമത്തെ കാർബണിനും ഇടയിലാണ് ഡബിൾ ബോണ്ട്. 2E എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത് 2ാമത്തേനും 3ാമത്തേനും ഇടയിൽ ഡബിൾ ബോണ്ട്. സോ 4E ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 4നും 5നും ഇടയിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. ഇനി രണ്ടാമത്തെ റോൾ ഉണ്ട്. രണ്ടാമത്തെ റോൾ എന്ന് വെച്ചാൽ നമുക്കറിയാം OH ഗ്രൂപ്പാണ്. ബാക്കി സിംഗിൾ ബോണ്ടുകളാണ്. ഇനി കാർബണിന്റെ വാലൻസി നമുക്ക് പൂർത്തിയാക്കാം. ഈ കാർബൺ ഒരു വാലൻസി ആയി. സോ 3 ഹൈഡ്രജൻ. ഈ കാർബൺ 1 2 3 വാലൻസി ആയി 1 ഹൈഡ്രജൻ. ഈ കാർബൺ 2 വാലൻസി ആയി 2 ഹൈഡ്രജൻ. ഈ കാർബണിന് 1 2 3 വാലൻസി ആയി 1 ഹൈഡ്രജൻ. ഈ കാർബൺ 2 വാലൻസി ആയി CH2. ഓക്കെ, അപ്പൊ ഈ കോമ്പൗണ്ട് പെന്റ് 4E2ol എന്ന കോമ്പൗണ്ട് ഫോമിൽ ഇതുപോലെ എഴുതണം. ഇനി ഇതിന്റെ തന്നെ ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ നമുക്ക് കാണിക്കാം. ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ 1 2 3 4 5. നമുക്ക് നമ്പർ ഇട്ടിട്ട് തുടങ്ങാം. 1 2 3 4 5. അപ്പൊ അതില് 4E ആണ്. 4E എന്ന് വെച്ചാൽ 4നും 5നും ഇടയിൽ ഡബിൾ ബോണ്ട് ആണ്. സോ ഡബിൾ ബോണ്ട് വരച്ചു. ഇനി രണ്ടാമത്തെ OH ആണ്. OH മുകളിലോട്ട് താഴോട്ട് OH കൊടുക്കുക.
സോ ഇങ്ങനെ എഴുതാം, സ്ട്രക്ചറൽ ഫോർമുല അല്ലെങ്കിൽ ഇതുപോലെ എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിക്സ് ഹൈഡ്രോക്സി ഹെപ്റ്റനാൽ. അപ്പൊ ഹെപ്റ്റനാൽ ആണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ആൽഡിഹൈഡ് ആണ്. അപ്പൊ ഹെപ്റ്റ ആദ്യം നോക്കാം. ഹെപ്റ്റ എന്ന് വെച്ചാൽ നമുക്കറിയാം അവിടെ 7 കാർബൺ, 1 2 3 4 5 6 7. അപ്പൊ 7 കാർബൺ ആൽഡിഹൈഡ് ആണ്. അപ്പൊ അതിൽ ഒരു കാർബൺ തന്നെ ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. ആൽഡിഹൈഡ് ഗ്രൂപ്പിന്റെ പ്രത്യേകത ഒരു എൻഡിൽ സാധാരണ റൈറ്റ് എൻഡ് എഴുതുന്നതാണ് സൗകര്യം. സോ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആക്കി CHO. ബാക്കി സിംഗിൾ ബോണ്ടുകൾ കൊടുത്തു. ഇനി നമ്പർ കൊടുക്കാം. CHO ഗ്രൂപ്പിലെ കാർബൺ ഒന്നാമത്തെ നമ്പർ 1 2 3 4 5 6 7. അപ്പൊ അതിൽ തന്നെ പറയുന്നുണ്ട് ആറാമത്തെ കാർബണിൽ ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഉണ്ട്. സോ ആറാമത്തെ കാർബണിൽ ഹൈഡ്രോക്സി ഗ്രൂപ്പ് കൊടുത്തു. ബാക്കി ബാലൻസ് ഫില്ല് ചെയ്യുക. CH3 ഇവിടെ 1 2 3 ആയി H, ഇവിടെ രണ്ടെണ്ണമായി H2, ഇവിടെ 2 ഹൈഡ്രജൻ H2, ഇവിടെ 2 ഹൈഡ്രജൻ H2, ഇവിടെ 2 ഹൈഡ്രജൻ H2. ഓക്കെ, അപ്പൊ 6 ഹൈഡ്രോക്സി ഹെപ്റ്റൻ ആണ്. ഇനി ഇതിന്റെ ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ നമുക്ക് 7 കാർബൺ വരയ്ക്കാം. നോക്കാം, ആയത് നോക്കാം. 1 2 3 4 5 6 ആയുള്ളൂ. ഒന്നുകൂടെ 7 കാർബൺ. ഇതൊരു കാർബൺ ആണ്. സോ ഇത് 1 2 3 4 5 6 7. ഇനി ഒന്നാമത്തെ കാർബൺ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണ്. സോ അതുകൊണ്ട് തന്നെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആകുമ്പോൾ C ഡബിൾ ബോണ്ടോ H എന്ന് എഴുതണം. അപ്പൊ അതിൽ ഓൾറെഡി കാർബൺ അവിടെ ഉണ്ട്. ബാക്കി എഴുതിയാൽ മതി C ഡബിൾ ബോണ്ടോ H. ഓക്കെ, ഇത് അതുപോലെ കാർബൺ അവിടെ ഉണ്ട്. ഇനി അവിടെ ആറാമത്തെ കാർബണിൽ OH ഗ്രൂപ്പ്, മുകളിലോ താഴെ എവിടെയെങ്കിലും OH ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ 6 ഹൈഡ്രോക്സി ഹെപ്റ്റനാളിന്റെ സ്ട്രക്ചറൽ ഫോർമുലയും ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ നമ്മൾ എഴുതി കാണിച്ചിട്ടുണ്ട്. അടുത്തത് 4,5 ഡൈമീഥൈൽ ഹെക്സൻ 1 നോൾ. അപ്പൊ അവിടെ ആദ്യം നോക്കേണ്ടത് ഹെക്സൻ ആണ്. ഹെക്സൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം അവിടെ 6 കാർബൺ, 1 2 3 4 5 6 കാർബൺ ഹെക്സൻ ആണ്. ഏതാണ് കൊടുത്തിരിക്കുന്നത്? അപ്പൊ സിംഗിൾ ബോണ്ടുകൾ മാത്രമേ ഉള്ളൂ. ഇനി ഒന്നാമത്തെ റോൾ ആണ്. സോ നമുക്ക് നമ്പർ കൊടുക്കാം. നമ്പർ എവിടെ നിന്ന് കൊടുത്താലും കുഴപ്പമില്ല. 2 3 5 6. സോ ഒന്നാമത്തെ റോൾ ഉണ്ട്. ഒന്നാമത്തെ റോൾ എന്ന് വെച്ചാൽ നമുക്കറിയാം OH ഗ്രൂപ്പ് ആണ്. 4ലും 5ലും 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ നാലാമത്തേലും ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, അഞ്ചാമത്തേലും ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. സോ ബാക്കി ഹൈഡ്രജൻ ഫില്ല് ചെയ്യാം. CH3, ഇവിടെ CH, H, ഇവിടെ CH2, CH2, CH2. ഓക്കെ, ഇനി ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ നോക്കുന്ന സമയത്ത് 6 കാർബണേ വരാവൂ. 1 2 3 4 5 ആയുള്ളൂ. ആറാമത്തെ കാർബൺ നമ്പർ ഇട്ടിട്ട് തുടങ്ങാം. 1 2 3 4 5 6. സോ ഒന്നാമത്തെ ഓൾ ഉണ്ട്, OH ഉണ്ട്. സോ അവിടോട്ട് OH കാണിക്കുക. ഇനി ബാക്കി നാലാമത്തെ ഒരു മീഥൈൽ, മുകളിലോ താഴെ എവിടെ വരയ്ക്കുക. അഞ്ചാമത്തെ മീഥൈൽ ഉണ്ട്. ഓക്കെ, അപ്പൊ 4,5 ഡൈമീഥൈൽ ഹെക്സൻ 1 നോൾ. അടുത്തത് ഹെക്സ് 3-ഇനോയിക് ആസിഡ്. ഹെക്സ് 3-ഇനോയിക് ആസിഡ്. അപ്പൊ അതിനകത്ത് 6 കാർബൺ ഉള്ള ആസിഡ് ആണ്. 1 2 3 4 5 6 കാർബൺ. അപ്പൊ 6 കാർബണില് ഈ കാർബൺ നമുക്ക് COH ആക്കാം. COH ആയി. ഇനി നമ്പർ ഇട്ടിട്ട് മുന്നോട്ട് പോവാം. 5 6. അപ്പൊ അതില് ഈൻ വന്നിരിക്കുന്നത് മൂന്നാമത്തെ കാർബണിലാണ്. അതിന്റെ അർത്ഥം മൂന്നെന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത് 3നും 4നും ഇടയിലാണ് ഡബിൾ ബോണ്ട്. ബാക്കി എല്ലാ ഹൈഡ്രജനുകൾ ഫില്ല് ചെയ്യുക. ഇവിടെ 3 ഹൈഡ്രജൻ ആവശ്യമുണ്ട്. ഇവിടെ കാർബൺ 1 2 H2, ഇവിടെ 1 2 3 ആയി H, ഇവിടെ 1 2 3 H, H2. ഓക്കെ, ഇനി ഇതിന്റെ ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ നോക്കാം. 1 2 3 4 5 6. അപ്പൊ COH ഗ്രൂപ്പിന്റെ പ്രത്യേകത C ഡബിൾ ബോണ്ടോ OH എന്നാണ്. അപ്പൊ ഓൾറെഡി കാർബൺ ഇവിടെ ആയി കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്നത് C ഡബിൾ ബോണ്ടോയും OH ആണ്. അത് കൊടുത്തു. കാർബൺ അവിടെ കാണിക്കുന്നില്ല. ഇനി ബാക്കി മൂന്നാമത്തേനും നാലാമത്തേനും ഡബിൾ ബോണ്ട്. സോ 3നും 4നും ഇടയിലുള്ള ഡബിൾ ബോണ്ട് കൊടുക്കാം. ഓക്കെ, ബാക്കിയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിന്റെ ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനത്തെ ക്വസ്റ്റ്യൻ. ഓക്സോ ഹെപ്റ്റനോയിക് ആസിഡ്. സോ ഹെപ്റ്റനോയിക് ആസിഡ്. ഹെപ്റ്റൻ എന്ന് വെച്ചാൽ നമുക്കറിയാം അവിടെ 7 കാർബൺ ഉണ്ട്. 5 6 7. ഹെപ്റ്റനോയിക് ആസിഡ്. അപ്പൊ സിംഗിൾ ബോണ്ടുകളേ ഉള്ളൂ. കൊടുത്തു. ഇനി ഇത് COH ആണ്, അല്ലെങ്കിൽ C ഡബിൾ ബോണ്ട് OH ആണ്. നമ്പർ ഇട്ടിട്ട് മുന്നോട്ട് പോവാം. 1 2 3 4 5 6 7. സോ അഞ്ചാമത്തെ കാർബണിൽ ഓക്സോ ഗ്രൂപ്പ് ഉണ്ട്.
ഓക്സോ എന്ന് വെച്ചാൽ നമുക്കറിയാം സി ഡബിൾ ബോണ്ട് ഓ. അപ്പൊ ആക്ച്വലി സി അവിടെയുണ്ട്, അപ്പൊ ഡബിൾ ബോണ്ട് ഓ കൊടുത്താൽ മതി. ബാക്കിയെല്ലാം ഹൈഡ്രജൻ കൊണ്ട് ഫില്ല് ചെയ്യാം. CH3, CH2 ഇവിടെ എല്ലാം ഓക്കെയാണ്. H2 രണ്ടെണ്ണമായി H2. ഓക്കെ, ഇതിന്റെ മോഡുലാർ റെപ്രസെന്റേഷൻ നമുക്ക് നോക്കാം. 1 2 3 4 5 6 കാർബണേ ആയുള്ളൂ. സോ ഏഴാമത്തെ ഒരു കാർബൺ കൂടെ ഇവിടെ നിന്ന് തുടങ്ങാം. നമ്പർ ഇട്ട് തുടങ്ങാം. 1 2 3 4 5 6 7. ഇനി അവിടെ ഒന്നാമത്തെ COH ഗ്രൂപ്പാണ്. COH ഗ്രൂപ്പ് എന്ന് വെച്ചാൽ നമുക്കറിയാം സി ഡബിൾ ബോണ്ട് OH ആണ്. അപ്പൊ അതിൽ സി ഓൾറെഡി ഉണ്ട്, ബാക്കി ഡബിൾ ബോണ്ട് OH കൊടുത്തു. ഇനി അഞ്ചാമത്തെ ഓക്സോ ഉണ്ട്. ഓക്സോ എന്ന് വെച്ചാൽ സി ഡബിൾ ബോണ്ടോ ഗ്രൂപ്പാണ്. സി ഓൾറെഡി അവിടെ ഉണ്ട്, അപ്പൊ ബാക്കി ഡബിൾ ബോണ്ടോ കൊടുത്താൽ മതി. അഞ്ചാമത്തെ സി ഡബിൾ ബോണ്ട് മുകളിലോട്ടോ താഴോട്ടോ കൊടുക്കും. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ സാധാരണ നമ്മുടെ പിന്നെ +1 പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ തിരഞ്ഞെടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ്. അപ്പൊ ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, അപ്പൊ നന്നായി പഠിക്കാം. അപ്പൊ എന്തെങ്കിലും സംശയം ഉള്ളവർ നിങ്ങൾ മെയിലിൽ കോൺടാക്ട് ചെയ്യുക. മെയിൽ അഡ്രസ് തരുന്നുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ നമുക്ക് മറുപടി പറഞ്ഞു തരാം. നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്യാം.